Good morning, students. During the last classes of income tax, we explained about the features of income taxes. In today's class, we propose to explain the next caption, heads of income on income taxes. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം ഇൻകം ടാക്സ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒരു പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേ ചെയ്യാനുള്ള ടാക്സ് എമൗണ്ടാണ് സാധാരണ നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ടോട്ടൽ ഇൻകം എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഇൻകംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹെഡ്സ് ഇൻകംസ് എന്നുള്ളത് ഇൻകം ടാക്സ് പർപ്പസിൻ്റെ ഭാഗമായിക്കൊണ്ട് 5 ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആണ് പ്രധാനമായിക്കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി, സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, third one income from business and profession, fourth one income from capital gain, and the fifth one income from other sources. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഹെഡ്സുകളും ഒരേ സമയം ഒരാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ചില ആളുകളുടെ കേസസിൽ സാലറി ഇൻകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റു ഹെഡ്സുകളൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം ഇൻകമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഹെഡ്സസിൽ ഏതെങ്കിലും 1, 2, 3 ഹെഡ്സ് ഉണ്ടായേക്കാം, ബാക്കിയുള്ളത് ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഹെഡ്സുകൾ ഒരേപോലെ ഉള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ പരമാവധി ഒരു വ്യക്തിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാക്സ് ലോ പ്രകാരം പരമാവധി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്യാപ്പബിളായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഹെഡ്സുകളായിട്ടാണ് നമ്മളിവിടെ 5 ഇൻകത്തിൻ്റെ ഹെഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ സാലറി ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് എംപ്ലോയർ തൻ്റെ എംപ്ലോയിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതായാലും ശരി നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതായാലും ശരി, അതാണ് നമ്മളിവിടെ സാലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാലറിയിൽ തന്നെ ബേസിക് സാലറി, അതിൻ്റെ കൂടെ വ്യത്യസ്ത രൂപത്തിലുള്ള അലവൻസുകൾ, അതുപോലെ മറ്റു പെർക്വിസിറ്റ്സുകൾ, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് അലവൻസുകൾ, പെൻഷൻ, ഇതൊക്കെ സാധാരണ സാലറിയുടെ ഭാഗമായിക്കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, അതുപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിന് പുറമെ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ബിൽഡിംഗ് എലമെൻറ്റ്സ് നമുക്ക് വാടക ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ ലെറ്റ് ഔട്ടിങ്ങിലൂടെ കിട്ടുന്ന ഇൻകംസാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്ലാറ്റോ അല്ലെങ്കിൽ ലോഡ്ജോ അപ്പാർട്ട്മെൻറ്റോ വില്ലാസോ മറ്റു വ്യക്തികൾക്ക് നമ്മൾ വാടക കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാടക ഇനത്തിൽ കിട്ടുന്ന ഇൻകമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, നമുക്കറിയാം ഒരു പല രൂപത്തിലുള്ള ബിസിനസ് ഓപ്പറേഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. കമ്പനി ഫോർമാറ്റിലായാലും ശരി, മറ്റു പാർട്ണർഷിപ്പ് ഫോർമാറ്റിലായാലും ശരി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഫോർമാറ്റ്സിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഇൻകംസ് റവന്യൂ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും അതിലൂടെ കിട്ടിയ വരുമാനം നമ്മുടെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ ബിസിനസ് പോലെ തന്നെയാണ് പ്രൊഫഷൻ, ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, അതല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിന് കൺസൾട്ടേഷൻ ഫീ, അതല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഫീ, അല്ലെങ്കിൽ ഡയറക്ഷൻസ് ഫീ, അങ്ങനെ പല രൂപത്തിലുള്ള ഫീസുകൾ അവർ റിസീവ് ചെയ്യപ്പെടാറുണ്ട്. ആ ഇനത്തിൽ പ്രൊഫഷൻ ഇനത്തിൽ കിട്ടുന്ന വരുമാനം മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോർത്ത് വൺ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കമ്മോഡിറ്റീസോ ക്യാപിറ്റൽ ഗുഡ്സോ ട്രാൻസ്ഫർ ചെയ്തതിനത്തിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതിനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അത് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി, ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിംഗ്, അതുപോലെ വെഹിക്കിൾസ് ആൻഡ് സെക്യൂരിറ്റീസ്, ഷെയർ പോലുള്ള സെക്യൂരിറ്റീസ്, ഗോൾഡ്, ഈ ഐറ്റംസുകളൊക്കെ സാധാരണ ക്യാപിറ്റൽ കമ്മോഡിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ടിനേക്കാൾ സെല്ല് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്, ആ അഡീഷണൽ ആയിട്ട് കിട്ടിയ പ്രോഫിറ്റ് എമൗണ്ടിന് നമ്മൾ സാധാരണഗതിയിൽ ക്യാപിറ്റൽ ഗെയിനത്തിൽ കണക്കാക്കാറുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വി ക്യാൻ ക്ലാസിഫൈ ദ ക്യാപിറ്റൽ ഗെയിൻ ഇൻ two types. The first one short term capital gain and the second one long term capital gain.
ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയറിൻ്റെ താഴെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് വിറ്റ ഇനത്തിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത ഇനത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ഗെയിനാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ STCG എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. 3 ഇയേഴ്സിന് മുകളിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിലൂടെ നമുക്ക് അതിൻ്റെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഇൻകമാണെങ്കിൽ അത് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള പേരിൽ കൺസിഡർ ചെയ്യപ്പെടും. ഓക്കെ, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യാറുള്ളത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കൺസേൺഡ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ 4 കാറ്റഗറീസിൽ നിന്നല്ലാതെ മറ്റ് ഏതെങ്കിലും ഇനത്തിൽ നമുക്ക് വരുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നോർമൽ കേസസിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ക്യാഷ്വൽ ഇൻകം ആയിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺആൻറ്റിസിപ്പേറ്റഡ് ഇൻകമാണ്, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എക്സ്പെക്റ്റേഷൻ ഉള്ള ഇൻകം അല്ല എന്നർത്ഥം. വല്ലപ്പോഴും ബൈ ചാൻസിൽ കിട്ടുന്ന ഇൻകം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാനുള്ള റീസൺ നമുക്കറിയാം, സാലറി ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടാവും. നമ്മുടെ ഒരു മാസത്തെ സാലറി ഇത്ര എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓരോ മാസവും നമുക്ക് ആ രൂപത്തിൽ എമൗണ്ട് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷം ഇത്ര വരുമാനം നമുക്ക് സാലറി ഇനത്തിൽ കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ 1-2 ലോഡ്ജോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ വാടക ഇനത്തിൽ അതിൻ്റെ വാടക കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഇത്ര വരുമാനം അതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് മുൻകൂട്ടി തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ നമുക്ക് ബിസിനസ്സിലെ വരുമാനം കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവും നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്ര ഇൻകംസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ ഏറെക്കുറെ നമുക്ക് ഇത്ര വരെ ഇൻകം കിട്ടിയേക്കാം, അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് പ്രൊഫഷൻ്റെ ഫീസ് ഇനത്തിൽ ഇത്ര വരെ കിട്ടിയേക്കാമെന്ന് ഒരു അറൗണ്ട് കാൽക്കുലേഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും അല്ലേ. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലും ഏകദേശം അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മുടെ കൈവശം ഉള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അതുണ്ടെങ്കിൽ അതിനൊരു മാർക്കറ്റ് വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പ്രോപ്പർട്ടീസ് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഇൻകം കിട്ടുമെന്നുള്ളൊരു നോർമലായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ബൈ ചാൻസിൽ കിട്ടുന്നത് ക്യാഷ്വലായിക്കൊണ്ട് വരുന്ന ഇൻകംസുകളാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ കാറ്റഗറിയിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇൻകം ഫ്രം ലോട്ടറി വിന്നിങ്, നമ്മളൊരു ലോട്ടറി എടുത്തു, ലോട്ടറി നമുക്കതിൻ്റെ 1ാം സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു അതർ സോഴ്സ് ഇൻകമാണ്. അപ്പോൾ നമുക്കൊരു മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അടുത്ത മാസം നമുക്ക് ഇത്ര എമൗണ്ട് ലോട്ടറി കിട്ടുമെന്നുള്ളൊരു എസ്റ്റിമേഷൻ നമുക്കുണ്ടാവില്ല. ബൈ ചാൻസിൽ കിട്ടുന്ന ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള ഇൻകമാണ്. അതുപോലെ തന്നെ ഇൻകം ഫ്രം ക്രോസ് വേർഡ് പസിൽസ് അല്ലെങ്കിൽ ഇൻകം ഫ്രം കോമ്പറ്റീഷൻ, ഏതെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ചാമ്പ്യനായി കഴിഞ്ഞാൽ, അതിൽ വിന്നറായി കഴിഞ്ഞാൽ ആ വിന്നർക്ക് കൊടുക്കുന്ന പ്രൈസ് മണിയൊക്കെ ഉണ്ടാവാറ്. ഇതൊക്കെ അതർ സോഴ്സ് ഇൻകത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഹെഡ്സ് ഓഫ് ഇൻകംസുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ എടുത്തിട്ടാണ് ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്താണ് നോർമൽ കേസസിൽ നമ്മളതിൽ ഡിഡക്ഷൻസും മറ്റൊക്കെ മൈനസ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ഫിഗറിന് മുകളിലാണ് നമ്മൾ ടാക്സ് കാണാറുള്ളത്. ഓക്കെ, അത് പ്രത്യേകമായിക്കോട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ 5 ഹെഡ്സസിൽ ആദ്യം പറഞ്ഞ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ളത് നമ്മൾ സ്ലാബ് റേറ്റിലാണ് അതിൻ്റെ ടാക്സ് കാണുക. അതായത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസിലും ഇത്ര മുതൽ ഇത്ര വരെ വരുമാനമുള്ളവർക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് കാണാറുണ്ട്. അതേസമയം ലാസ്റ്റ് 2 ഹെഡ്സിൻ്റെ കേസസിൽ, ദാറ്റ് മീൻസ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഈ 2 കേസസിൽ സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ടാക്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ കാണണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാറുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആസ് ഇൻ ദി കേസ് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇറ്റ് ഷുഡ് ബി ടാക്സബിൾ അറ്റ് ദി റേറ്റ് ഓഫ് 15%. എത്രയാണോ നമുക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇനത്തിൽ കിട്ടിയ വരുമാനം അതിൻ്റെ 15%, 15% ടാക്സ് ചാർജ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇറ്റ് ഷുഡ് ബി ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 20%. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനത്തിൽ നമുക്ക് കിട്ടിയ വരുമാനത്തിന് 20%, 20% റേറ്റിൽ ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, ഇൻകം ഫ്രം വിന്നിങ് ഓഫ് ലോട്ടറി, വിന്നിങ് ഓഫ് ക്രോസ് വേർഡ് പസിൽസ്, വിന്നിങ് ഓഫ് കോമ്പറ്റീഷൻ, ലൈക്ക് ദാറ്റ് ഒരു കാഷ്വൽ ഇൻകംസ് ആയിട്ടാണ് നോർമലി കൺസിഡർ ചെയ്യാറുള്ളത്. ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ കേസസിൽ എത്രയാണോ നമുക്ക് ഈ അതർ സോഴ്സിനത്തിൽ കിട്ടിയ വരുമാനം, ആ വരുമാനത്തിൻ്റെ 30% ടാക്സബിളാണ്. ഓക്കെ, 30% ടാക്സബിളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ക്യാപിറ്റൽ ഗെയിനത്തിൽ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ ആ ഒരു പർട്ടിക്കുലർ വരുമാനത്തിൻ്റെ ടാക്സ് സെപ്പറേറ്റ് ആയിട്ട്
നമ്മൾ ഇപ്പോൾ ഓൾറെഡി സൂചിപ്പിച്ച പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് വേറെ കാണണം. അതർ സോഴ്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്, അതും സെപ്പറേറ്റ് ആയിട്ട് വേറെ കാണണം. എന്നാൽ ഓൾറെഡി ആദ്യം സൂചിപ്പിച്ച സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ളത് ആ 3 ഇൻകംസ് നമുക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റ് വെച്ചുകൊണ്ട് കാണാവുന്നതാണ്. ഈ 2 ടൈപ്പ് ടാക്സ് എമൗണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഫിഗർ അവസാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ്സ് ഓഫ് ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ടെർമിനോളജീസ് ബേസിക് പ്രൊസീജിയർ ഫോർ ചാർജിങ് ഇൻകം ടാക്സ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ലൈഡ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിലായിരിക്കും ഒരു വ്യക്തിയുടെ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് ജസ്റ്റ് ഈ ഒരു സ്ലൈഡ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ളത് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഇൻകം അണ്ടർ ഈച്ച് ഹെഡ്സ്. ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ച പോലെ 5 ഹെഡ്സുകളാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടാവാനുള്ള സോഴ്സ് ആയിക്കൊണ്ട് ഇൻകം ടാക്സിൽ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്ന ഇൻകംസ് കൃത്യമായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വ്യക്തിക്ക് എല്ലാ ഹെഡ്സിലും ചിലപ്പോൾ ഇൻകം ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ ഹെഡ്സിലാണോ ഇൻകം ഉള്ളത് ആ ഇൻകം കൃത്യമായിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓർഡർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇൻകം ഫ്രം സാലറി, അതിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതി. അതുപോലെ സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസസിൽ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിലാണ് എഴുതിയിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള റീസൺ എന്നുള്ളത് ഹൗസ് പ്രോപ്പർട്ടി ഇനത്തിൽ നമുക്ക്, അതായത് വീട് വാടകയ്ക്ക് കൊടുത്ത ഇനത്തിൽ നമുക്ക് കിട്ടുന്ന വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനം കംപ്ലീറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഇയറിലെ വരുമാനമായിക്കൊണ്ട് കാണിക്കേണ്ടതില്ല. പകരം എത്രയാണോ നമുക്ക് റെൻറ്റിനത്തിൽ കിട്ടിയ, വാടക ഇനത്തിൽ കിട്ടിയ വരുമാനം, അതിൽ നിന്നും ഒരു 30%, 30% നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മൈനസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇൻകം ടാക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് വാടക കൊടുത്തു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ വാടക നമ്മൾ വാങ്ങി വെക്കുന്നതോടൊപ്പം തന്നെ ആ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ, അതിൻ്റെ റിപ്പയറിങ് വർക്കുകൾ, അതുമായി ബന്ധപ്പെട്ട ഡിപ്രിസിയേഷൻ, ഇതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണോ നമുക്കൊരു 1 ഇയറിൽ മൊത്തം ഒരു ബിൽഡിങ്ങിന്, നമ്മുടെ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന്, ലോഡ്ജിൽ കിട്ടുന്ന വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനം, അതിൽ നിന്നും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് മൈനസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിപ്രിസിയേഷനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്കോ റിപ്പയർ വർക്കോ എന്നുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് അലോക്കേറ്റ് ചെയ്തതെങ്കിൽ പോലും, ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ലീഗലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഒരു 1 ഇയറിലെ ആനുവൽ റെൻ്റ് എമൗണ്ടിൽ നിന്ന്, നമ്മൾ സാധാരണ കേസിൽ നിന്ന് ആനുവൽ വാല്യൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, ആനുവൽ വാല്യൂവിൽ നിന്ന് 30% നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് മൈനസ് ചെയ്ത് ആ ബാലൻസ് ഉള്ള ഫിഗറാണ് ഹൗസ് പ്രോപ്പർട്ടി ഇനത്തിൽ നമുക്കുള്ള വരുമാനമായിക്കൊണ്ട് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇൻകം തേർഡ് വൺ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതുപോലെ ഫോർത്ത് വൺ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു, അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര, അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. കാരണം അതിൻ്റെ ടാക്സ് നമ്മൾ സെപ്പറേറ്റ് വേറെ കാണാനുള്ളതാണ്. അതുപോലെ ഫിഫ്ത്ത് വൺ ഇൻകം ഫ്രം അതർ സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ഹെഡ്സ് നമ്മൾ അതിൻ്റെ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂടി നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൻ്റെ ടോട്ടൽ ഫിഗറിനെയാണ് നമ്മൾ GTI എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ടോട്ടൽ ഫിഗറിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ GTI എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ GTIയുടെ കേസസിൽ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ എമൗണ്ടിന് അല്ല ടാക്സ് കൊടുക്കേണ്ടത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ലീഗലി ചില എമൗണ്ടുകൾ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടതിന് ശേഷം ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്ന് പറയും. 80C to 80U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു വ്യക്തിയുടെ മൊത്തം വരുമാനത്തിൽ നിന്നും ലീഗലി മൈനസ് ചെയ്യാൻ പറ്റുന്ന, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അലോക്കേഷൻസുകളുണ്ട്. ചില പ്രത്യേക മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക്, ചില പ്രത്യേക മേഖലയിൽ പണം കൃത്യമായി കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തവർക്കൊക്കെ ലീഗലായിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ചില എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. 80C to 80U പ്രകാരം ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ 80C മുതൽ 80U പ്രകാരം വരെയാണ് ഈ ഡിഡക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് നമ്മൾ പിന്നീടൊരു ക്ലാസ്സിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ 80C to 80U പ്രകാരം നമുക്ക് ഏതെങ്കിലും ഡിഡക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ മൈനസ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആദ്യം കാണുക. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഫിഗറാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C to 80U പ്രകാരമുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. അപ്പോൾ GTIയിൽ നിന്ന് ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്നുള്ളത്. എത്രയാണോ നമ്മുടെ ടോട്ടൽ ഇൻകം, ആ ടോട്ടൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് പ്രൊവൈഡ് ചെയ്യപ്പെടാനുള്ളത്. ഓക്കെ, ഇതാണ് ഒരു ടാക്സ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് പ്രൊസീജിയർ ആയിക്കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്യാപ്ഷൻ ഇൻകം ടാക്സ് സ്ലാബ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് സ്ലാബ് റേറ്റ് വെച്ചുകൊണ്ടാണ്. അതായത് എല്ലാ വരുമാനമുള്ളവരും, ചെറിയ വരുമാനമുള്ളവരും മീഡിയം വരുമാനമുള്ളവരും ഹൈ ഇൻകം വരുമാനമുള്ളവരൊക്കെ ഒരേ റേറ്റിലല്ല ടാക്സ് അടയ്ക്കേണ്ടത്. ഇന്ത്യയിലെ ടാക്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്, ടാക്സിൻ്റെ റേറ്റ് എന്നുള്ളത് പ്രോഗ്രസീവ് റേറ്റ് ആണ്. അതായത് കുറഞ്ഞ വരുമാനമുള്ളവർ ചെറിയ പെർസെൻറ്റേജ് ടാക്സ് അടച്ചാൽ മതി. മീഡിയം ലെവൽ വരുമാനമുള്ളവർ ആവറേജ് റേഞ്ചിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഹൈ ഇൻകം ഉള്ള ആളുകൾ വെരി ഹൈ പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വരുമാനം കുറയുന്നതിനനുസരിച്ച് കൊണ്ട് കുറഞ്ഞ പെർസെൻറ്റേജ് ടാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. വരുമാനം കൂടുന്നതിനനുസരിച്ച് കൊണ്ട് ഉയർന്ന പെർസെൻറ്റേജ് ടാക്സ് ഉണ്ടാവും. ഇതിനാണ് നമ്മൾ പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തികളും നിശ്ചിത വരുമാനമുള്ളവർക്ക് നിശ്ചിത പെർസെൻറ്റേജ് എന്നുള്ള രൂപത്തിലാണ് ഇൻഡിവിജ്വലിൻ്റെ കേസസിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ഓർഗനൈസേഷൻ്റെ കേസസിൽ, അതായത് ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റഫ് കമ്പനി അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ കേസസിൽ ഇത് ഫ്ലാറ്റ് റേറ്റ് ആയിട്ടാണ് വരാറുള്ളത്. അതായത് എത്രയാണോ ടോട്ടലായിക്കൊണ്ട് അവരുടെ വരുമാനം അതിന് നിശ്ചിത പെർസെൻറ്റേജ്, ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിലും കമ്പനിയുടെ കേസസിലൊക്കെ ജനറലായിട്ട് 30% ആണ് വെക്കാറുള്ളത്. ഓക്കെ, കമ്പനിയുടെ കേസസിൽ അതിൽ സ്മോൾ കമ്പനി അതുപോലെ തന്നെ ലാർജ് കമ്പനി എന്നുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ജനറലായിട്ട് നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ 30% കമ്പനികളുടെയും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയൊക്കെ വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ടത് ഫ്ലാറ്റ് റേറ്റ് ആണ്. ദി സെയിം കേസ് ഇൻ ദി കേസ് ഓഫ് ഇൻഡിവിജ്വൽ ദ ടാക്സ് ഷുഡ് ബി പേയബിൾ ഓൺ സ്ലാബ് റേറ്റ്. ഓരോ സ്ലാബിൽ ഇൻകം ഉള്ള ആളുകൾക്കും ആ സ്ലാബിൻ്റേതായിട്ടുള്ള റേറ്റ് ഓഫ് ടാക്സ് ആണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ലാബ് റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻഡിവിജ്വലിൻ്റെ കേസസിൽ ഇൻഡിവിജ്വൽ അസസ്സി, അതായത് ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിന് അവരുടെ ഏജിനനുസരിച്ച് കൊണ്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഓർഡിനറി അസസ്സി. അസസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്നുള്ളതാണ്. ടാക്സ് അടക്കാൻ ബാധ്യതപ്പെട്ട, ടാക്സ് അടക്കാൻ റെസ്പോൺസിബിലിറ്റിയുള്ള വ്യക്തിയെ പറയുന്ന പേരാണ് അസസ്സി എന്നുള്ള പേരായിട്ട് അറിയപ്പെടുക. ഇവിടെ ഓൺ ദി ബേസിസ് ഓഫ് ഏജ്, അസസ്സിയുടെ ഏജിനനുസരിച്ച് കൊണ്ട് വി ക്യാൻ ക്ലാസിഫൈ ദ അസസ്സി ഇൻ ടു 3 ടൈപ്സ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഓർഡിനറി അസസ്സി. ഓർഡിനറി അസസ്സി എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ഏജ് ഈസ് ഇൻ ബിറ്റ്വീൻ 18 to 60 ഇയേഴ്സ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളെയാണ് നമ്മൾ ഓർഡിനറി അസസ്സി ആയിട്ട് പരിഗണിക്കപ്പെടാറുള്ളത്. ഏജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക്, അതായത് പ്രായപൂർത്തിയാവാത്ത മൈനറെ സംബന്ധിച്ചിടത്തോളം മൈനർക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മൈനറുടെ ഇൻകത്തിന് മറ്റൊരാൾ ടാക്സ് അടക്കണം എന്നുള്ളത് നമ്മൾ അഡീഷണൽ ആയിട്ട് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും. ഇവിടെ ശ്രദ്ധിക്കുക, ഓർഡിനറി അസസ്സി എന്ന് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ഇൻ ബിറ്റ്വീൻ 18 to 60 ഇയേഴ്സ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകളെയാണ് നമ്മൾ ഓർഡിനറി അസസ്സി ആയിട്ട് പരിഗണിക്കാറുള്ളത്. ഇവരുടെ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് എന്നുള്ളത് അപ് ടു 2,50,000 റുപ്പീസ് ദർ ഇസ് നോ ടാക്സ്, നില്ലാണ്. 2.5 ലക്ഷം റുപ്പീസ് വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് ഇല്ല. 2,50,000 to 5 lakh, അതായത് 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 5% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആൻഡ് 5 lakh to 10 lakh റുപ്പീസ് 20% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. അബവ് 10 lakh റുപ്പീസ് 30% ആണ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ടാക്സിൻ്റെ റേറ്റ് ഓർഡിനറി അസസ്സിയെ സംബന്ധിച്ചിടത്തോളം. ഈ ടാക്സ് അടക്കുന്നതിൻ്റെ പുറമെ വി ഹാവ് ടു പേ സർചാർജ്. ഓക്കെ, സർചാർജ് എന്നുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സർചാർജ് ഒരു സിറ്റുവേഷണൽ ക്ലോസ് ആണ്, ഐ മീൻ കണ്ടീഷണൽ ആണ്. അത് ഉള്ള ആളുകൾക്ക് മാത്രമേ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ, എല്ലാവരും അതിന് ബാധകമല്ലാതെ അർത്ഥം. ഹൈ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ച്, ഉയർന്ന വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരടക്കുന്ന ടാക്സിൻ്റെ പുറത്ത് വീണ്ടും അഡീഷണലായിട്ട് രണ്ടാമതൊരു ടാക്സ് എമൗണ്ട് കൂടെ അടക്കുന്നതിനാണ് നമ്മൾ സർചാർജ് എന്ന് പറയുക. ആക്ച്വലി സർചാർജ് മീൻസ് ടാക്സ് ഓൺ ടാക്സ് എന്നാണ് പറയുക. ടാക്സിൻ്റെ പുറത്ത് വീണ്ടും ടാക്സ് അടക്കുന്നതിനാണ് സർചാർജ് എന്ന് പറയാം. ഇത് ഹൈ ഇൻകം ഗ്രൂപ്പിൻ്റെ കേസസിൽ, ഉയർന്ന വരുമാനം ഉള്ള ആളുകളുടെ കേസിലാണ് യൂസ് ചെയ്യപ്പെടാറുള്ളത്. ഇവിടെ ഉയർന്ന വരുമാനം എന്നോട് ഉദ്ദേശിക്കുന്നത് 50 ലക്ഷം റുപ്പീസിന് മുകളിൽ വരുമാനമുള്ള ആളുകളെയാണ് ഹൈ ഇൻകം ഗ്രൂപ്പ് എന്നുള്ള സർചാർജിൻ്റെ കേസിൽ ബാധകമാകുന്നത്. ഓക്കെ, അപ്പോൾ 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരാണെങ്കിൽ അതിൻ്റെ സർചാർജ് അടക്കേണ്ടി വരും. 50 lakh to 1 crore റുപ്പീസ് വരെ വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ ടാക്സ് അടച്ചത് ആ ടാക്സിൻ്റെ 10% അഡീഷണലായിട്ട് സർചാർജ് കെട്ടേണ്ടതായിട്ട് വരും. 1 കോടിക്ക് മുകളിൽ വരുമാനമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 15% അടക്കേണ്ടതായിട്ട് വരും. ഏതിൻ്റെ ടാക്സ് അടച്ച അമൗണ്ടിൻ്റെ 15% ഒക്കെ പ്രത്യേകമായിക്കൊണ്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു എമൗണ്ട് കൂടി ടാക്സ് അടച്ചതിന് പുറമെ നമ്മൾ സർചാർജ്, ഹൈ ഇൻകം ഗ്രൂപ്പുള്ള ആളുകളാണെങ്കിൽ സർചാർജ് അടക്കണം. അത് കണ്ടീഷണലാണ്. ഹൈ ഇൻകം ഗ്രൂപ്പ് അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സർചാർജ് അടയ്ക്കേണ്ടതില്ല. 50 ലക്ഷം റുപ്പീസിൽ താഴെ വരുമാനമുള്ളവരാണെങ്കിൽ സർചാർജ് അടയ്ക്കേണ്ടതില്ല. അത് പ്രത്യേകം
ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ആഡ് ചെയ്യാനുള്ള മറ്റൊരു ഐറ്റമാണ് ആഡ് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ സെസ് എന്നുള്ളത്. സെസ് എന്ന് പറഞ്ഞാൽ നമ്മളതിനെ കോമൺ ആയിട്ട് വിളിക്കുക. ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി മേഖലയ്ക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സെസ് എന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇൻകം ടാക്സിന് മുകളിൽ ചാർജ് ചെയ്യുന്ന സെസ് എന്നുള്ളത് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ ഹെൽത്ത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. 4% ആണ് നമ്മൾ സെസ്സായിട്ട് ചാർജ് ചെയ്യുക. ഇതിൽ 3% എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും 1% മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കാറുള്ളത്. ടോട്ടൽ 4% സെസ്സാണ് ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അതായത് നമ്മുടെ വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന് സ്ലാബ് റേറ്റ് വെച്ചുകൊണ്ട് ടാക്സ് കാർഡ്, അതിനുശേഷം ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ടാക്സ് അടച്ചതിൻ്റെ പുറത്ത് നിശ്ചയ പെർസെൻറ്റേജ് സർചാർജ് ഉണ്ടാവും. ഇനി ഹൈ ഇൻകം ഗ്രൂപ്പ് അല്ലാത്ത ആളുകളാണെങ്കിൽ സർചാർജ് ഉണ്ടാവില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുപോലെ ടാക്സ് അടക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളതാണ് സെസ് എന്നുള്ളത്. ഹൈ ഇൻകം ഗ്രൂപ്പായാലും ലോ ഇൻകം ഗ്രൂപ്പായാലും സെസ് അടക്കൽ നിർബന്ധമാണ്. എത്രയാണോ ടാക്സ് അടച്ചത് ടാക്സിൻ്റെ പുറത്ത് 4% ആണ് സെസ് കെട്ടേണ്ടതായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ടാക്സും അടച്ചിട്ടുണ്ട്, അതിൻ്റെ പുറത്ത് സർചാർജും കെട്ടിയിട്ടുണ്ടെങ്കിൽ ടാക്സ് പ്ലസ് സർചാർജിൻ്റെ മുകളിലാണ് 4% സെസ് കാണേണ്ടതായിട്ടുള്ളത്. അതേസമയം ടാക്സ് മാത്രമേ ഉള്ളൂ, സർചാർജ് അടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ടാക്സ് എമൗണ്ടിൻ്റെ പുറത്താണ് 4% സെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം ഉള്ളത് റിബേറ്റ് ആണ്. റിബേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാനുള്ളതാണ്, മൈനസ് ചെയ്യാനുള്ളതാണ്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം, കുറഞ്ഞ വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരടയ്ക്കേണ്ട ടാക്സിൽ നിന്നും ചില ഒരു നിശ്ചയ എമൗണ്ട് ഗവൺമെൻറ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന, ഡിസ്കൗണ്ട് ആയിക്കൊണ്ട് കൊടുക്കുന്ന സ്കീമിനെയാണ് റിബേറ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ദ റിബേറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദോസ് ഹൂസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh എന്നുള്ളതാണ് അതിൻ്റെ റൂളായിട്ട് വരുന്നത്. 5 ലക്ഷം റുപ്പീസിൽ താഴെ വരുമാനമുള്ളവരുടെ കേസസിൽ അവർക്ക് അടക്കാനുള്ള ടാക്സ് എമൗണ്ടിൽ നിന്നും നിശ്ചിത എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പരമാവധി 12,500 റുപ്പീസാണ് നമുക്ക് ഈ രൂപത്തിൽ റിബേറ്റ് ആയിട്ട് കിട്ടുക. അതായത് 5 ലക്ഷം റുപ്പീസിൽ താഴെ വരുമാനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയാണോ ടാക്സ് അടക്കാനുള്ളത് ആ എമൗണ്ടോ അതല്ലെങ്കിൽ 12,500 12,500 ഏതാണോ ചെറിയ ഫിഗർ വരുന്നത്, ഏതാണോ വലിയ ഫിഗർ വരുന്നത് അതാണ് അവർക്ക്, ഏതാണോ ചെറിയ ഫിഗർ വരുന്നത് അതാണ് അവർക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്നുകിൽ ആക്ച്വൽ ടാക്സ് എമൗണ്ട് എത്രയാണോ അവർ അടക്കാനുള്ള ടാക്സ് എമൗണ്ട് അതല്ലെങ്കിൽ 12,500. ഇപ്പോൾ ഇതിലേതാണോ കൃത്യമായി കൊണ്ട് ചെറിയ ഫിഗർ വരുന്നത് അതാണ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആ എമൗണ്ട് ടാക്സ് എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നർത്ഥം. അപ്പോൾ ഇതാണ് ഓർഡിനറി അസസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലാബ് റേറ്റിംഗ് ആയിക്കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തത് സീനിയർ അസസ്സിയാണ്. സീനിയർ അസസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു റിട്ടയർ ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. ടാക്സിൻ്റെ കേസസിൽ സീനിയർ അസസ്സി മീൻസ് എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് ഇൻ ബിറ്റ്വീൻ 60 to 75. നമ്മൾ ബ്രാക്കറ്റിൽ 60 to 80 എന്ന് കൊടുത്തത് പഴയ റൂളാണ്, 2020 റൂളാണ്. 2021 സീനിയർ അസസ്സിയുടെ ഏജ് 60 to 75 ആക്കി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സീനിയർ അസസ്സിയുടെ കേസസിൽ അപ് ടു 3 lakh റുപ്പീസ് വരെ ടാക്സ് ഇല്ല, നില്ലാണ്. നെക്സ്റ്റ് 2 lakh റുപ്പീസ് 5% ചാർജ് ചെയ്യും. നെക്സ്റ്റ് 5 lakh റുപ്പീസ് 20% ചാർജ് ചെയ്യും. അബൌട്ട് 10 lakhൻ്റെ മുകളിലാണെങ്കിൽ 30% ചാർജ് ചെയ്യും. ഓക്കെ, അതുപോലെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏജിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസസ്സിയുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് സൂപ്പർ സീനിയർ അസസ്സി എന്നുള്ളത്. സൂപ്പർ സീനിയർ അസസ്സി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ഏജ് ഈസ് അബവ് 75 75 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ സൂപ്പർ സീനിയർ അസസ്സി. പുതിയ റൂളിൽ പറയാം, ബ്രാക്കറ്റിൽ 80 എന്ന് കൊടുത്തത് 2020 റൂളാണ്. അപ് ടു 5 lakh വരെ നില്ലാണ്. നെക്സ്റ്റ് 5 lakh 20%, അബൌട്ട് 10 lakh റുപ്പീസ് ആണെങ്കിൽ 30%. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഇൻകം ടാക്സ് 2021 പുതിയ ടാക്സിൻ്റെ സ്ലാബ് റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലാബിങ് വരുന്നുണ്ട്. നമുക്ക് സ്ലാബ് റേറ്റ് വെച്ചുകൊണ്ട് ടാക്സ് കാണാനുള്ള കാൽക്കുലേഷൻസ് വരുന്നത് ആക്ച്വലി 6th സെമസ്റ്ററിലാണ്. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിലവിൽ 2020 റൂളും 2021 ടാക്സിൻ്റെ സ്ലാബ് റേറ്റും ഉണ്ട്. അതിലൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് അസസ്സിയെ സംബന്ധിച്ചിടത്തോളം. ഇതിലേത് റേറ്റ് എടുക്കണമെന്നുള്ളത് അസസ്സിക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം ആണ് അവരുടെ ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.